ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. പൂക്കോട്ടുപാടം പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CPM അമരമ്പലം ലോക്കൽ സെക്രട്ടറി VK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ തൊഴിൽ മേഖല കടന്നുപോകുന്നത്. ഈ തൊഴിൽ മേഖലയിൽ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ, പുതിയ ഭേദഗതികൾ, പുതിയ ഇടപെടലുകൾ ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ഈ തൊഴിലുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ജിയോ ടാഗിംഗ് എന്ന രൂപത്തിൽ തൊഴിലാളികളെ പണിയെടുക്കുന്ന സൈറ്റിൽ നിന്ന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഫോട്ടോ എടുത്ത് അത് ഓൺലൈനിലാണ് ചെയ്യേണ്ടത്. NMMS പദ്ധതി പ്രകാരം ഓൺലൈനിലാണ് ചെയ്യേണ്ടത്. ആ ഓൺലൈനിൽ ചെയ്യുന്നതിന് നമുക്കറിയാം, നമ്മുടെ നാട്ടുമ്പുറത്ത് പ്രദേശങ്ങളിൽ എത്ര സ്ഥലത്താണ് ഈ നെറ്റ് സംവിധാനം ഉള്ളത് നമുക്ക് ഊഹിക്കാവുന്നത്. തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ബജറ്റ് വിഹിതം കൂട്ടുക, തൊഴിലാളി ദ്രോഹ ജിയോ ടാഗ് ഉത്തരവ് പിൻവലിക്കുക, കൂലി കുടിശ്ശിക അനുവദിക്കുക, തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കം ഉപേക്ഷിക്കുക, കൂലിയും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടന്നത്. അമരമ്പലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പൂക്കോട്ടുംപാടം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് O അനിത രാജു അധ്യക്ഷയായി. നമുക്കറിയാം, നമ്മൾ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. 2005 തുടങ്ങിയിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് തുടക്കം മുതൽ അതിന്റെ ഭാവത്തിലും രൂപത്തിലും പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പരിവർത്തനം നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്രദമാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം, തുടങ്ങിയ കാലത്ത് ഒരുപാട് സാധാരണക്കാരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ ഉന്നമനം വരുത്തിക്കൊണ്ട് മുന്നേറുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് പല ബജറ്റും നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനെ അവഗണിച്ചുകൊണ്ട് പാടെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏരിയ സെക്രട്ടറി P ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM ബിജു എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി N മിനി സ്വാഗതവും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ AK ഉഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.